Anywhere you go, you belong. നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് SRK ട്രാവൽ ഫുഡിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ ആറ്റുകാല് ദേവിയുടെ പൊങ്കാലയാണ്. ആറ്റുകാലിലെ പുതിയ അനൗൺസ്മെൻ്റ് അനുസരിച്ച് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് പൊങ്കാല ഇടാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളും ഇവിടെ ഒരു ചെറിയ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ആറ്റുകാൽ പൊങ്കാല നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പം ഞങ്ങളിവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞങ്ങളിന്ന് പൊങ്കാല ഇടാൻ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് ഫ്രണ്ടിൻ്റെ വീട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ അത്രേ ഉള്ളൂ. അത് ഇന്നത്തെ വിശേഷം ഇതാണ്. എല്ലാവർക്കും സുസ്വാഗതം. ഓക്കെ, ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. ഞങ്ങൾ ഇവിടുത്തെ പൂച്ച ഓക്കെ കൊണ്ടുവരാം. ബായ്. ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. ഇവിടെ ഇപ്പോഴത്തെ രാജി എല്ലാം റെഡിയായിട്ടിരിപ്പുണ്ട്. പൊങ്കാല ഇടാൻ വേണ്ട സാധനങ്ങളെല്ലാം അവിടെ കൈവശമുണ്ട്. അപ്പോൾ ഞങ്ങൾ മന്ദം മുമ്പോട്ട് നീങ്ങുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനേ. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഡ്രൈവിംഗ്. ഇവിടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് എന്ത് കോമാളിത്തരം കാണിച്ചാലും ഇവിടെ പണിഷ്മെൻ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്യാമറ വൈഫിൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകണം. ഓക്കെ, വീടിന് പുറത്തേക്ക് എത്തി. ഫ്ലാറ്റിന് വീടല്ല, ഫ്ലാറ്റിന് അപ്പാർട്ട്മെൻറ്റിന് പുറത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ വഴി നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നോർമൽ വഴി, നമ്മളെപ്പോഴും പോകുന്ന വഴി. ഇതിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു. മെയിൻ റോഡിൽ കയറി കഴിഞ്ഞാൽ ക്യാമറ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യേ. കാരണം എന്തറിയാമോ? കാരണം പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ 8ൻ്റെ പണി. നീ പറഞ്ഞോ വാണ്. എനിക്കറിയാം ഏത് ഫ്ലവറാണ്. നമുക്കേ ഇവിടെ ഒരു കടയുണ്ട്, ഫ്ലവർ കിട്ടുന്ന കടയാണ്. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഫ്ലവർ കടയിലേക്ക് പോവാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫ്ലവേഴ്സ് അവൈലബിൾ ഹിയർ. താഴെയാണോ മുകളിലാണോ? भाई फ्लावर किधर मिलते हैं? क्या वाला? നമ്മുടെ ഫ്ലവർ കടയിലോട്ട് പോവാണ്. इसके अंदर है. थैंक यू. हाँ, ये फ्लावर कട കേട്ടോ. ഇവിടെ ഫ്ലവർ ഉണ്ട്, നമുക്ക് നോക്കാം. ഏത് ഫ്ലവർ? ഫ്ലവർ ഉണ്ടോ? കട്ട് ചെയ്താ മതിയോ? ഇത് 4.5 മുഴം. 4.5 മുഴം.
ഇതിങ്ങനെ പായ്ക്കായിട്ടാണോ വരുന്നത് നാട്ടിൽ നിന്ന് വരുന്നതാണോ ആണോ? മതി. മുറിച്ചേരാൻ പറ്റുമോ? ഒന്ന് മുറിക്കോ? രണ്ടായിട്ട് മുറിക്കണം. രണ്ടായിട്ട് കുറച്ച് പക്ഷെ അകലെ ഒന്ന് രണ്ട് കെട്ട എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി. 2 3 വേണം. എനിക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് മുറിച്ചോ. മതി. ഓക്കെ മതി. ഇത് പാക്ക് ചെയ്തൊന്ന് തലയിൽ വെക്കാനും. ഈ പൂ മാത്രം മതിയോ? വേറെ വേണോ ലൂസ്? ലൂസ് ഉണ്ടാവോ? ലൂസുണ്ട്. റോസ്, ഷവാന്തി, മറ്റേ റോസപ്പൂ ഉണ്ടല്ലോ. റോസപ്പൂ ഉണ്ട്. പന്നീർ റോസ്. ഒരു കുറച്ച് റോസപ്പൂ കൂടെ തന്നേന്ന്. മതി മതി. ഇവിടെ റോസാപ്പൂവും കിട്ടും. റോസാപ്പൂ, മുല്ലപ്പൂ, എല്ലാ പൂവും മതി. ആ ഒരു ചെറിയ ബണ്ടിൽ മുല്ലപ്പൂവ്, കുറച്ച് റോസാപ്പൂവ് 3.6 റിയാൽ. ഇന്ത്യൻ മണി ഏകദേശം 700 രൂപ. നമ്മുടെ നാട്ടിൽ നിന്ന് പൂവ് ഗൾഫ് രാജ്യങ്ങളിലെത്തുമ്പോൾ പൂവിൻ്റെ വില മാറുന്ന കണ്ടില്ലേ? അങ്ങനെയാണ്. കാരണം അവരുടെ ഫ്ലൈറ്റ് ചാർജും അതും എല്ലാം കൂടെ ഡെയിലി വരുന്നതല്ലേ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ചാർജസ് ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെ വരുമ്പോൾ അതൊരു അത്രയാവും എക്സ്പെൻസ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഒമാനിലെ അൽക്വയറാണ്. അൽക്വയറിലെ ദിൽഖുഷ് എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻ്റ് ഇല്ലേ, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ആ സ്ഥലത്തിനടുത്താണ് ഈ ഫ്ലവർ ഷോപ്പ്. അപ്പോൾ ഫ്ലവേഴ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് മേടിക്കാം. എപ്പോഴും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടിയിലേക്ക് കയറുകയാണ്. കാരണം പൊങ്കാല ഇടാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ഓക്കെ ഓക്കെ, വീണ്ടും വണ്ടിയിൽ കയറി. വീണ്ടും വണ്ടിയിൽ കയറി. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി ഇറക്കി. ഓക്കെ, ഇവിടെ നിന്ന് ഇനിയിപ്പം അടുത്ത് തന്നെയാ, ഒത്തിരി ദൂരമൊന്നുമില്ല, വെരി ക്ലോസ് ആണ്. ഏകദേശം ഇവിടെ നിന്നൊരു 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അവിടെയാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. അവർ ഫ്ലാറ്റ് അല്ല, അവർ വില്ലയാണ്. അപ്പോൾ അവരുടെ വീടിന് താഴെ നിന്ന് നമുക്ക് പൊങ്കാല ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ഗൾഫ് നാടുകളിൽ ഇരുന്നു കൊണ്ട് പൊങ്കാല ഇടുക എന്ന് പറയുന്നതിനൊരു വലിയ മഹാഭാഗ്യമല്ലേ. അത് ഞങ്ങൾ ശ്രമിക്കുന്നു. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല, ഞങ്ങൾ നടത്താൻ ശ്രമിക്കണം. അപ്പം ആറ്റുകാലമ്മ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ. ഞാൻ ഡ്രൈവിങ്ങിനാണ്. ഡ്രൈവിങ്ങിൽ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു രാജിക്ക് അടുത്തിരിക്കുന്നത്. ഏകദേശം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ നായർ സാറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നായർ സാർ എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങൾ നേവിക്കാരാണ്. അപ്പം ഞങ്ങൾ പരസ്പരം എൻ്റെ സീനിയറാണ് അദ്ദേഹം, ഒത്തിരി സീനിയറാണ്. അതുകൊണ്ടാണ്
സാർ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമലി ഇവിടെ എല്ലാവരും ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിക്കാറുള്ളൂ. ബട്ട് ഒരു നേവൽ റെസ്പെക്റ്റ്, ആ ഒരു സംഭവം, ആ ഡിസിപ്ലിൻ ഞങ്ങളുടെ ബിഹേവിയറിലും എപ്പോഴും ഉണ്ടാവും. ആ ഒരു റെസ്പെക്ട് ഞങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ഞങ്ങളുടെ സീനിയേഴ്സ് എപ്പോഴും ഞങ്ങളുടെ സീനിയേഴ്സാണ്. ആ ഒരു റെസ്പെക്ട് ഞങ്ങൾ അവരോട് കാണിക്കുന്നു. അതുകൊണ്ടാണ് സാർ സാർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏകദേശം നമ്മളെ വീട് എത്തിയിട്ടുണ്ട്. ഞാൻ വീട് കാണിച്ചു തരാമേ. രാജിമാടെ ഇറങ്ങി പോയി വണ്ടിയിൽ നിന്ന് ഞാനും പതുക്കെ ഇറങ്ങട്ടെ. സാധനങ്ങളൊക്കെ എടുക്കണം. ഈ വീടിന് തൊട്ടടുത്താണ് റിമിസ് ഹൈപ്പർ മാർക്കറ്റ്. കണ്ടില്ലേ? ഈ റിമിസ് ഹൈപ്പർ മാർക്കറ്റാണ്, കണ്ടോ? അതിൻ്റെ തൊട്ടിപ്പുറത്താണ് നായർ സാറിൻ്റെ വീട്. ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഞങ്ങളുടെ നായർ സാറിൻ്റെ വീട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. രാജി ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറിയിട്ടുണ്ട്. അറിയത്തില്ല ഇവിടെ എങ്ങനെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ട്. നമസ്കാരം. കണ്ടോ മോനെ? ഇതാണ് നായർ സാറിൻ്റെ വീട്. ഇവിടാണ് ഞങ്ങൾ പൊങ്കാല ഇടാൻ പോണത്. കണ്ടില്ലേ വീട്? ഓക്കെ. ഇനിയിപ്പം ഹലോ ചേച്ചി, എന്താണ് വിശേഷം? ഇതാണ് ഞങ്ങളുടെ നായർ സാറിൻ്റെ വൈഫ്. പിന്നെ പൊങ്കാലയ്ക്കെല്ലാം റെഡിയാണോ ചേച്ചി? എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിയാണ് ഞാൻ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടി. ഇവിടെ പുറത്താന്നു അല്ലേ? ആ കണ്ടില്ലേ, ഇവിടെ പുറത്താണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3-4 ഉണ്ട്. ഞാൻ വിശദമായിട്ട് പിന്നെ കാണിച്ചു തരാം. നീ കുറച്ചേരം സംസാരിക്കട്ടെ. രണ്ട് തിരി കിട്ടോ ചേച്ചി വേണമെങ്കിൽ? ഒന്ന് കെട്ടുപോലെ, കാരണം നല്ല കാറ്റടിക്കുന്നു. ഇപ്പുറത്തോട്ട് ഇട്. ഇപ്പുറ സൈഡിലിട്. ആ ഇങ്ങനെ ഇടാ. എന്നിട്ട് ഒരുമിച്ചാക്കും. ആ അങ്ങനെ.
ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ തേങ്ങ ഇടുകയാണ് കേട്ടോ. ശർക്കര ഇട്ട് കഴിഞ്ഞു തേങ്ങ ഇടുകയാണ് കേട്ടോ. നെയ്യ് ഒഴിക്കുകയാണ്. ഇതിനകത്ത് നെയ്യ് ഈ പൊങ്കാലയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊങ്കാലയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നിവിടെ ഇഡ്ഡലിയുണ്ട്, ചട്നിയുണ്ട്, ചട്നി, ഇത് സാമ്പാർ, വട. പൊങ്കാലയെല്ലാം കഴിഞ്ഞു. പൊങ്കാല ഇട്ട് കഴിഞ്ഞു. ഇനി അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അവിടെ അമ്പലത്തിൽ നിവേദ്യം ഉണ്ടാക്കിയതിന് ശേഷമേ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. ഹലോ ചിരിച്ച് സ്മാർട്ട് ബോയ്. ഹായ് ബോലോ. ഹായ് കണ്ടോ പാവ ഹായ് പറഞ്ഞുണ്ടോ. നീ പാപ്പം കഴിക്കുന്നുണ്ട്. പാപ്പം കഴിച്ച് പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തുറന്നെടുക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രസാദമായിട്ടാണ് ഇനി കണക്കാക്കുക. കാരണം നിവേദ്യം അവിടെ അമ്പലത്തിൽ കഴിയുമ്പോൾ ഇത് നമ്മൾ പ്രസാദമായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇത് പ്രസാദമായിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കാൻ പോവുകയാണ്.
പിന്നെ ഞാൻ നിങ്ങൾ എടുക്കുന്നില്ലേ? നിങ്ങൾ ചോറ് വെച്ചോ? നിങ്ങൾ എടുക്കുന്നില്ലേ? നിങ്ങൾ എടുക്കുന്നില്ലേ? സാമ്പാർ കുഴപ്പമാകും, ചോറില്ല. മതി മതി. ഒരു സന്തോഷ ഫാമിലി ആയിട്ട് പിന്നെ എടുത്ത് മേടിക്കാം. തോരൻ, അവിയലുണ്ട്, ഇത് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടല്ലേ, ഇത് ഒരു കൂട്ടുകറി, ഇഞ്ചിയുണ്ട്, മുളകുണ്ട്, ഇത് ചോറ്, പരിപ്പ്, ഉണ്ണി. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കട്ടെ. എന്തുവാ ഡാൻസ് അടിച്ചേ, ഡാൻസ്. ഹലോ, ഡാൻസ് അടിച്ചേ. അപ്പം ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു പൊങ്കാല ദേവിക്ക് വേണ്ടിയുള്ള സമർപ്പണമായിട്ട് ഞങ്ങളിട്ട് ഒമാനിൽ ഞങ്ങളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണില്ലേ, അതും കൂടെ അങ്ങ് കുത്തിപ്പൊടിച്ചേക്കണം, മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. See you.